ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? അതാണ്ട് ഈ ബീച്ച് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പോകുന്നതായ സ്ഥലം. ഓൾറെഡി നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി. എങ്കിലും നമ്മൾ പറയുകയാണ്, വെള്ളാനത്തുരുത്ത് എന്ന് പറയുന്നതായ ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. ഏകദേശം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വെള്ളാനത്തുരുത്ത് എന്ന് പറയുന്നതായ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഈ വെള്ളാനത്തുരുത്തിൽ തന്നെ ഒരു ബീച്ചും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബീച്ചെല്ലാം അറബിക്കടലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. എങ്കിൽ പോലും നമ്മുടെ വലിയ അഴീക്കൽ, ചെറിയ അഴീക്കൽ അവിടെ നിന്ന് കിടക്കുന്നതായ തീരദേശ റോഡ് വഴി നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലപ്പാടെന്ന് പറയുന്നതായ സ്ഥലത്തേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ മുൻപൊക്കെ ഒരുപാട് വിവാദത്തിലൊക്കെ പെട്ടതായ സ്ഥലമാണ് ഈ ആലപ്പാട്. കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ആലപ്പാട്ടിൽ നിന്നും കുറേ കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നതായ വെള്ളാനത്തുരുത്ത് എന്ന് പറയുന്നതായ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്തായാലും ഈ തീരദേശ റോഡിൻ്റെ ഭംഗി എന്ന് ആസ്വദിക്കാം. നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് ലിജു, സ്ഥലം മാവേലിക്കരയാണ്. റൈഡ് വിത്ത് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഈ പറഞ്ഞതായ വെള്ളാനത്തുരുത്ത് ആ ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വെള്ളാനത്തുരുത്ത് എന്ന് പറയുന്നതായ ആ സ്ഥലത്തേക്ക്. ആ തുരുത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതായ ബീച്ചാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാറക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞ് നമുക്ക് ബീച്ചിനുള്ളിലേക്ക് ഇങ്ങനെ നീളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്കപ്പം ഈ ബീച്ചിൻ്റെ സൗന്ദര്യ ഭംഗിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാനായിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും. സൺസെറ്റ് കാണാനായിട്ട് ഇത്രയും അതിമനോഹരമായ ബീച്ച് വേറെ ഇല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം അത്ര മനോഹരമാണ്, നല്ല ആംബിയൻസ് ആണ്. വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനോടൊപ്പം, ഇനിയല്ല നിങ്ങൾ കപ്പിൾസുമായിട്ട് വരുവാണെങ്കിൽ പോലും ആസ്വദിക്കാൻ പറ്റിയ ബീച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെള്ളാനത്തുരുത്ത് ബീച്ച്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം,
ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആലപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കരിമണൽ ഖനനവും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ കണ്ടില്ലേ, ഇതാണ്ടേ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ആ സ്ഥലത്തിൻ്റെ നെഗറ്റീവ് പറയുമല്ല, ആ നീലക്കടലും പിന്നെ താണ്ട് ഈ കാണുന്നതായ ചുമല കളറ് പോലെ ഗ്രേ കളറിലോട്ടും ചുമല കളറിലേക്കൊക്കെ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നതായ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ലേ. അങ്ങ് ദൂരെ കാണുന്നതായ സ്വകാര്യ ഫാക്ടറികളിൽ നിന്ന് ഒഴുക്കി വിടുന്നതായ മലിനജലമാണ് ഈ നമ്മുടെ ഈ ബീച്ചിലേക്കും അതുപോലെ തന്നെ ഈ ജലാശയത്തിലേക്കൊക്കെ ഒഴുകിച്ചേരുന്നത്. ഇത് കാരണം നമ്മുടെ മത്സ്യസമ്പത്ത് ഒരുപാട് കുറയുകയും വംശനാശം സംഭവിക്കുകയൊക്കെ ചെയ്യും. അത് കാരണമാണ് ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞതായ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്നതായ ഈ സ്ഥലത്തിൽ ഏറ്റവും കൂടുതൽ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനൊരു കാരണം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്നല്ല പറഞ്ഞത്. അതിൻ്റെ അധികാരവർഗങ്ങളൊന്നും ഇതുവരെയായിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അത് കാരണമാണ് ഈ വെള്ളം ഇത്രയും മലിനമായി കൊണ്ടിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം കണ്ടില്ലേ, ഇത്ര ശാന്തസുന്ദരമായ ബീച്ച് വേറെ ഇല്ല. നല്ല മനോഹരമാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കിഡിലൻ ബീച്ചെന്ന് വേണം പറയാനായിട്ട്. ഞാനൊരു വൈകുന്നേരമാണ് ഇവിടെ വന്നത്. ആ വന്ന സമയത്ത് എടുത്തതായ വീഡിയോ ആണിത്. കാരണം അപ്പോൾ ഇതിൻ്റെ ദൃശ്യഭംഗി തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബീച്ചിന് എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന്. പൊതുവേ കടൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഈ ബീച്ചിൻ്റെ അത്രയും ഭംഗി മറ്റു ബീച്ചുകൾക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരുപാട് പേര് ആൾക്കാർ വന്ന് നിൽക്കുകയും അവിടെ കൂടുതൽ മലിനമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മുടെ ഈ തുരുത്തിലുള്ളതായ ഈ ബീച്ച് വളരെ ഭംഗിയേറിയതാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അധികം അഴുക്കോ വേസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നതായ ഈ പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും ഇവിടെ പരിസര മലിനീകരണത്തിന് പറ്റിയതായിട്ട് വേറെ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഈവനിങ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്. അവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുകയും അവരുടെ വൈകുന്നേരങ്ങളൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നത്, ഇവിടെ നല്ലൊരു കിടിലൻ കടയുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി ഒരു ജ്യൂസ് കുടിച്ചേച്ച് നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ആ ജ്യൂസ് കുടിച്ചു നോക്കി. എടുത്തു പറയേണ്ടത് നല്ല ടേസ്റ്റിയായ ജ്യൂസാണ്. അതോടൊപ്പം തന്നെ ഈ കടയുടെ ആംബിയൻസ് ഒരു രക്ഷയില്ല. നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതായ നല്ല കിടിലം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതായ കട കൂടിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.